ജയജോർജിൻ്റെ പേരക്കുട്ടിക്ക് ഗർഭസ്ഥമായിരിക്കുന്ന പേരക്കുട്ടിക്ക് ആർട്ടറിയുമില്ല, പൾമിനറിയുമില്ല. സ്റ്റിൽ ആ സഹോദരി സാക്ഷ്യം പറയണ കേട്ടില്ല. എന്താണ്? അവരിവിടെ വന്നപ്പോൾ 42 വചനങ്ങൾ എഴുതിയെടുത്തെന്ന് പറയണം. വചനത്തിൻ്റെ ആളാണ്. കാര്യം എന്താ? വചനമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. അപ്പോൾ എന്താണത്? വചനം മൂലമാണ് അവർ ജീവിക്കണത് ശരിക്കും. കാര്യം നമ്മൾ വിശ്വസിക്കണത് എന്താണ്? കർത്താവിൻ്റെ വാക്കിലാണ്. ആ സാക്ഷ്യം പറയുമ്പോഴൊക്കെ കർത്താവിൻ്റെ ഓരോ വാക്കും ഐസയ 65 കോട്ട് ചെയ്തല്ലേ അവർ സംസാരിക്കണത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ വർഗീസ് സാറ് ആ കുഞ്ഞിൻ്റെ അമ്മയോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചത്, അല്ലറിയും പൾമറിയും ഇല്ലാത്തൊരു കുഞ്ഞിനെ പെറ്റാൽ ഭാവിയിൽ ബാധ്യതയാകത്തില്ലേ എന്ന് ചോദിച്ചില്ലേ? അപ്പോഴേ അവരൊന്ന് റെഡിമെയ്ഡായിട്ട് ഉത്തരം പറയാൻ വേണ്ടി വന്ന ആൾക്കാരല്ല. ഇങ്ങനെ ചോദിക്കുമെന്ന് പോലും അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ അവരുടെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു ബോധ്യത്തിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. എന്നാ അവർ സംസാരിച്ചത്? ബാധ്യതയായിരിക്കുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതാണ് വിശ്വാസം എന്ന് പറയണത്. ഉള്ളിൽ കരുതലിനാണ് വിശ്വാസം എന്ന് പറയണത്. ബാധ്യതയാകുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഉള്ളിൽ. ഞാനത് കേട്ടപ്പോൾ രക്തസ്രാവക്കാരിനെ ഓർത്തത്. അവളെന്താ പറഞ്ഞത്? അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. ഉള്ളിലെ കരുതത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സംഘർഷ സമയത്ത് നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ആന്തരികമായി ബോധ്യപ്പെടുത്തുന്ന, അതിൽ വിശ്വസിക്കുന്ന, അതിൽ പ്രത്യാശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ഈ മക്കളെല്ലാം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലെ കൈവരിച്ച നിലപാടുണ്ട്, കൈവരിച്ച ഒരു സമീപന. നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ കേട്ട മക്കളുടെ എല്ലാം ഒരു റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് അല്ലേ? അതിനാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത്, സമീപനം. ആ സമീപനത്തിൻ്റെ എല്ലാ സമീപനങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴാണ് പ്രവർത്തനക്ഷമമാകേണ്ടത്? വചനം സാക്ഷ്യം വഹിക്കേണ്ട ഒരവസ്ഥ വരുമ്പോഴേ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ, ഒരു സഹനത്തിൻ്റെ മുഖത്ത് നമ്മൾ നിർത്തപ്പെടുമ്പോൾ നമ്മൾ കൈവരിക്കേണ്ട ഒരു നിലപാടാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ. ഇതിന് വിശ്വാസത്തിൻ്റെ വാതിലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നടപടി പുസ്തകം 14:27. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചു കൂട്ടി. തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും. പ്രൈസ് ദി ലോർഡ്. വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിശദീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിൻ്റെ പ്രവൃത്തികളാണ് വിശ്വാസത്തിൻ്റെ വാതിൽ. നടപടി പുസ്തകം 14:27 ഒന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രവൃത്തികളാണ് വിശ്വാസത്തിൻ്റെ വാതിൽ. അപ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നാൽ
നമ്മൾ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വാതിൽ നമ്മളെ കൊണ്ട് എത്തിക്കണ ആത്യന്തിക ലക്ഷ്യമെന്താ? നിത്യതയാണ്. അല്ല ഭൗതിക ആനുകൂല്യങ്ങൾ മാത്രമല്ല. അത് ഈ ഭൂമിയിൽ നമ്മൾ 10, 40, 60, 80 കൊല്ലം ജീവിക്കുമ്പോൾ എല്ലാം യൂസ് ആൻഡ് ത്രോ എല്ലാം തീരും. പക്ഷേ വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടുമ്പോൾ ഓർക്കുക, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യതയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഓരോ അനുഭവത്തിലൂടെയും ഞങ്ങൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നിത്യതയ്ക്കൊരുങ്ങി ജീവിത സാക്ഷ്യം വഹിക്കുവാനും അമ്മേ പരിശുദ്ധമ്മേ സ്വർഗ കവാടമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ ആത്മാവിന്റെ ചൈതന്യം ഞങ്ങളുടെ പ്രവൃത്തികളുടെ മേൽ നിർഗളിക്കട്ടെ. ഹല്ലേലൂയ. ഇവന്റെ വിശുദ്ധി പ്രാപിച്ച് ദൈവാത്മാവിൽ ശക്തി പ്രാപിക്കാൻ നിത്യതയോളമുള്ള ജീവിതത്തില് കർത്താവേ അവിടുത്തെ പ്രവർത്തനങ്ങള് ഞങ്ങൾക്ക് കരുത്തായി തീരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്നാ കണ്ടത്? എല്ലാ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും ദൈവപ്രവൃത്തികളും വിശ്വാസത്തിൻ്റെ വാതിലാണ്. നടപടി 14:27. വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നാൽ നമ്മൾ എവിടെയാണ് എത്തുന്നത്? നിത്യതയിൽ. അപ്പോൾ ദൈവപ്രവൃത്തികളെല്ലാം കാണുമ്പോഴും നമ്മൾ നിത്യതയെക്കുറിച്ചാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാം. ഇപ്പോൾ ആർട്ടറി ഇല്ല, പൾമിനറി ഇല്ല. കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിലോട്ട് മാറ്റി അല്ലേ? അപ്പം അവിടെ കുറേ വിശ്വാസ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ 3 ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ഡോക്ടർ എന്നാ പറയണത്? ആർട്ടറി ഇല്ല, പക്ഷെ പകരം കർത്താവ് വേറെ ഒരു ഞരമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എന്താണെന്നറിയാവോ? കർത്താവിന് എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന്. പകരം ഒന്നല്ലേ പറഞ്ഞത്? ആൾക്കും പൾമിനറിക്കും പകരം ദൈവത്തിൻ്റെ കയ്യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എൻ്റെ ദൈവത്തിൽ എന്തെങ്കിലും കാര്യം നിനക്ക് ലഭിക്കാനോ കിട്ടാനോ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ ദൈവത്തിന് പകരമുണ്ടെന്ന് ഓർക്കണം. ഈ പകരത്തിനാണ് അഭിഷേകം എന്ന് പറയണത്. പകരം 2 തരത്തിൽ നമുക്ക് കിട്ടും. ഒന്ന് ക്യാഷ് ആൻഡ് കൈൻഡ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിന് പകരമായിട്ടുള്ള മെറ്റീരിയലായിട്ട് കിട്ടും. രണ്ടാമത്തെ സ്പിരിച്വലായിട്ട് കിട്ടും. ദൈവം നമുക്ക് പകരം തരണത് 2 തരത്തിലാണ്. ഒന്ന് മെറ്റീരിയൽ, തരുമിൽ ഭൗതികമായി. ഇപ്പോൾ ആൾഡറിയും പൾമിനറിയും ഇല്ല, പകരം വേറെ ഒരു ഞരമ്പ് കൊടുത്തിരിക്കുന്നു. അതാണ് പകരം, അത് മെറ്റീരിയലാണ്. ഇനി ഇമ്മെറ്റീരിയൽ സ്പിരിച്വലായിട്ട് പകരം കിട്ടും. അതെങ്ങനെ കിട്ടണത്? അതിനെയാണ് അഭിഷേകമെന്ന് പറയണത്. കർത്താവ് അതിന് കൃപയെന്ന് പറയും. കൃപയെന്ന് പറയും. ഇപ്പോൾ മക്കളില്ല, നിനക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ? ഇപ്പോൾ 22 കൊല്ലമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉടമ്പടി എടുത്തപ്പോഴും മക്കളെല്ലാം ലഭിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇവിടെ 22, 18, 16 എല്ലാം കേട്ടതാണ്. പക്ഷേ എങ്കിലും ഒരു 5%, 10% മക്കളില്ലാതെ വരാം. അപ്പോഴവർക്ക് എന്താ കിട്ടണത്? അവർക്ക് എന്നാ പകരം കിട്ടണത്? അതിനാണ് അഭിഷേകമെന്ന് പറയണത്. മെറ്റീരിയൽ അല്ല. കാര്യം മക്കളില്ല, പക്ഷേ അതിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കർത്താവിൻ്റെ കയ്യിൽ. എന്താണ്? അഭിഷേകം. മക്കൾ ഉള്ളതുപോലെ അതിനേക്കാൾ ആന്തരികമായ സന്തോഷമുള്ള തൃപ്തി കർത്താവ് കൊടുക്കും. അതും കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതിന് സ്പിരിച്വൽ ആയിട്ടുള്ള പകരമാണത്. ശരിക്കും സ്പിരിച്വൽ. എൻ്റെ മക്കളുടെ കർത്താവിൻ്റെ സാധ്യത എന്ന് പറയുന്നത്
അനന്തമായ സാധ്യതയാണ്. ശരിക്കും ദൈവത്തിന് അനന്തമായ സാധ്യതയാണെന്ന് ഈശോ എപ്പോഴാണ് പ്രഖ്യാപിക്കണമെന്നറിയാവോ? ചോര വിയർക്കുമ്പോൾ കർത്താവിനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്കാണത്. ദൈവത്തിന്, പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിനെല്ലാം സാധ്യമാണ്. നീ സമർപ്പിച്ച സമസ്ത നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാവുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്കു തുല്യനായി ഈ ഭൂമിയിൽ ആരുമില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. യേശുവേ ആരാധന. വിശ്വസിക്കുന്ന കർത്താവേ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് തുല്യം ചൊല്ല എല്ലാവരും ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. വിശ്വാസത്തോടെ പാടട്ടെ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ല അങ്ങേപ്പോലെ യേശുവേ. കരങ്ങൾ ഉയർത്തി. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ജീവനെ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, 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 കരങ്ങൾ വീശി സ്പർശിക്കണമേ. രോഗികളെ സ്പർശിക്കണമേ. ദൈവത്തിന്റെ ശക്തി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ബ്ലേസ്, മകൻ ലൂക്ക്. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 22, 2022. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കാനഡയിലാണ്. അപ്പോൾ എനിക്ക് കാനഡയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അത് 3 മാസം വെയിറ്റ് ചെയ്തിട്ട് റിജക്ഷനാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ PR-ൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടു. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് ടൈം ഏകദേശം 1 ഇയറോളം ഉണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്കെങ്കിലും ഒരുമിച്ചായിരിക്കണമെന്ന്. അങ്ങനെ ഞാനിവിടെ ഡിസംബർ 22, 2022 വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ അതായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ തോന്നി വിസിറ്റർ വിസ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കൃത്യം 15-ാമത്തെ ദിവസം ഞങ്ങൾക്ക് വിസിറ്റർ വിസ അപ്രൂവലാണ് കിട്ടിയത്.
പ്രോസസ്സിങ് ടൈം അതിലും കൂടുതലായിരുന്നു. പക്ഷേ ഇത് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃത്യം 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, എനിക്ക് കാനഡയിൽ ചെന്ന് പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് IELTS എഴുതി മാക്സിമം സ്കോറൊക്കെ കിട്ടിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിയോഗം അത് തന്നെ എഴുതി. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ IELTS എഴുതിയിട്ടുണ്ട്. അന്ന് എനിക്ക് 7 കിട്ടി. അത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് IELTS എഴുതി. അപ്പോഴും എനിക്ക് 7 തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഒന്നും കൂടെയൊക്കെ പ്രാർത്ഥിച്ച് ഒന്നും കൂടെ IELTS എഴുതി. അപ്പോഴും എനിക്ക് 7 തന്നെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം വിധി, അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ എനിക്ക് തോന്നി അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യത്തെ പ്രാവശ്യം പുതുക്കി. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി അന്ന് റിവാലുവേഷൻ അയക്കാം. റിവാലുവേഷൻ ഇച്ചിരി എക്സ്പെൻസീവാണ്. അപ്പോൾ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അങ്ങനെ തോന്നി ഞാൻ ഒന്നും കൂടെ റിവാലുവേഷൻ അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് റിസൾട്ട് മാറി. എൻ്റെ സ്കോർ 8 ആയി എനിക്ക് കിട്ടി. അത് എന്നെ അറിയുന്നവർക്കറിയാം, എനിക്ക് 8 കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല, മാതാവ് തന്നെ തന്നതാണത്. പിന്നെ വിസ കിട്ടി. ഞാൻ കാനഡയിൽ ചെന്ന് 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ വിസിറ്റർ വിസയിൽ തന്നെയാണ്. അപ്പോൾ വിസിറ്റർ വിസയിൽ നിന്നുകൊണ്ട് ഡോക്ടറെ കാണുക എന്നുള്ളതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവാണ്, നമുക്ക് അത് പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 2 വീക്സിനുള്ളിൽ തന്നെ എൻ്റെ PR-ൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. എനിക്ക് PR കിട്ടുകയും പിന്നെ ഡോക്ടറെ കണ്ട് പ്രഗ്നൻസി എല്ലാം കൺഫേം ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 4th മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ബ്ലീഡിങ് വരികയും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അത് സെർവിക്കൽ പോളിപ്പാണ്, അത് ബയോപ്സിക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഞാൻ പിന്നെ കരുതി മാതാവുണ്ടല്ലോ, ഞാൻ എന്തിനു പേടിക്കണം. അങ്ങനെ അത് ബയോപ്സിക്ക് അയച്ച് അത് റിസൾട്ട് നെഗറ്റീവായി മാതാവ് തന്നു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു. ഡയറ്റെല്ലാം കൺട്രോൾ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും കൺട്രോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഷുഗർ കൺട്രോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി വിഷമമുള്ളൊരു ടൈമായിരുന്നു എനിക്കത്. കാരണം തീരെ ചെറുപ്പത്തിൽ തന്നെ ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരിക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമോഷണലി മെൻ്റലി ഞാൻ ഭയങ്കര വീക്കായിപ്പോയി. അതാർക്കും അറിയില്ല, എനിക്ക് മാതാവിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒറ്റയ്ക്കിരുന്നൊക്കെ ഒത്തിരി ഞാൻ മാതാവിനെ വിളിച്ച് കരയായിരുന്നു, എനിക്കിങ്ങനെ വന്നല്ലോ. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു, ഞാൻ എന്ത് സഹിച്ചോളാം, എനിക്ക് ഹെൽത്തി ആയിട്ടൊരു കുട്ടീനെ തന്ന് അനുഗ്രഹിച്ചാൽ മതി ഞാൻ പറയുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, റിനിക്ക് നോർമൽ ഡെലിവറി ആവാൻ വല്ല ചാൻസും ഉണ്ടോയെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഇനി C-സെക്ഷനേ ഉള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ മാതാവിനോട് എനിക്ക് നോർമൽ ഡെലിവറി ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെ മാതാവ് ഇടപെട്ട് എനിക്ക് നോർമൽ ഡെലിവറി തന്ന് ഹെൽത്തി ആയിട്ടൊരു കുട്ടീനെ തന്ന് അനുഗ്രഹിച്ചു. അപ്പം ഞാൻ പ്രഗ്നൻസി നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ കരുതി ബാഗിൽ ഞാൻ വെച്ചു. കൊച്ച് പുറത്ത് വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊച്ചിൻ്റെയും ഷുഗർ എല്ലാം നോർമലായിരുന്നു. എൻ്റെ ഡയബറ്റീസും മാറിക്കിട്ടി. മാതാവ് തന്ന ഒരു അനുഗ്രഹമാണത്. പിന്നെ ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 5ാമത്തെ നിയോഗമായി ഞാൻ എഴുതിയതാണ് കാനഡയിൽ ഞങ്ങൾക്കൊരു വീട് മേടിക്കുക എന്നുള്ളത്. ഞാൻ വെറുതെ തമാശയ്ക്ക് എഴുതി വെച്ച കാര്യമാണ്. ഞാൻ ആഗ്രഹിച്ചത് കാനഡയിൽ ചെന്ന് ഒരു 2-3 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വീട് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാനതെല്ലാം മറന്നു. പക്ഷെ മാതാവ് ഞാൻ കാനഡയിൽ പോയ വർഷം തന്നെ ഞങ്ങൾക്ക് വീട് മേടിക്കാനുള്ളൊരു അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ പറയാനുള്ളത്, ഈ വീട് മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പെർമനൻറ്റ് ജോലി ആവശ്യമാണ്, എന്നാലാണ് ലോൺ അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കോൺട്രാക്ട് ബേസിസിലുള്ളതാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യും, 1 മന്ത് കഴിയുമ്പോഴേക്കും അവരെനിക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അങ്ങനെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എംപ്ലോയറിനോട് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കറിയാം ഞാൻ എന്തായാലും കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതെന്തായാലും എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ ഓൺ എ കോൺട്രാക്ട് ബേസിസിൽ എനിക്ക് തരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ അവരോട് അതൊന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ എനിക്ക് അവർ തന്നപ്പോൾ ഞാൻ അവിടുത്തെ പെർമനൻറ്റ് എംപ്ലോയി എന്ന് തന്നെ എനിക്ക് അവർ തന്നു. എൻ്റെ കൂട്ടത്തിൽ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തവർക്കെല്ലാം വർക്കിംഗ് ഓൺ എ കോൺട്രാക്ട് ബേസിസ് എന്നാണ് കൊടുത്തത്. അത് അപ്പോൾ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ റിനിക്ക് മാത്രം ഇതെങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് തന്നു. അത് മാതാവ് തന്നൊരു അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് അങ്ങനെ വീട് മേടിക്കാനും സാധിച്ചു. പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എല്ലാം ഒരു നിലയിലൊക്കെ എത്തി, ഞാൻ മാത്രം എവിടെ എത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ ആലോചിച്ച്.
അപ്പോൾ അപ്പോഴാണ് തോന്നിയത് എനിക്ക് ഞാൻ അവിടെ പോയി നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാം, അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു കോമ്പറ്റീറ്റീവ് ആണ്, നീ അപ്ലൈ ചെയ്യണ്ട, നിനക്ക് കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ അപ്ലൈ ചെയ്യാം, മാതാവ് തരണമെങ്കിൽ തരട്ടെ. അങ്ങനെ നഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു. എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു. എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, വെക്കേഷനാണ്, ഒരു ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ വെറുതെ എടുത്തതാണ്, കാരണം എനിക്ക് ഈ ഉടമ്പടി തന്നെ ജീവിച്ചു പോകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗമാണ് 2025 ഏപ്രിലിൽ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. ഞാൻ എഴുതിയത് 2025 ഏപ്രിലാണ്. ഞാൻ വന്നത് ഏപ്രിലാണെങ്കിൽ ഇപ്പോൾ മെയ്യിലാണ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. മാതാവിന് ഒത്തിരി നന്ദി. ഞങ്ങൾക്കിവിടെ വരാനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല, പക്ഷെ അതെൻ്റെ ഒരു അതിമോഹമായിരുന്നു ഇവിടെ വരിക എന്നുള്ളത്, വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത്. പക്ഷേ മാതാവ് ആ കറക്റ്റ് ടൈമായപ്പോൾ വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നി. ഫിനാൻഷ്യലി ആണെങ്കിൽ എല്ലാത്തിനും മാതാവ് ഒരു വഴി കാണിച്ചു തന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എന്നുള്ളത് ഞാൻ എൻ്റെ പേരൻസിനും ഹസ്ബൻഡിൻ്റെ പേരൻസിനും ആരോഗ്യം കൊടുക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിലാണ് എൻ്റെ അപ്പച്ചന് നെഞ്ചുവേദന പോലെ വരുന്നു, ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് സംസാരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത് എനിക്ക് പണിയാണല്ലോ തന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആൻജിയോഗ്രാമൊക്കെ ചെയ്തപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, മെഡിസിൻ എല്ലാം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉടമ്പടി എടുത്ത് ആ 3 മാസം പൂർത്തിയാവുന്ന മുമ്പ് തന്നെ മാതാവ് അത് കാണിച്ചു തന്നതാണെന്ന് എനിക്കത് മനസ്സിലായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മെഡിസിൻ എല്ലാം എടുത്ത് അത് മാതാവ് അത് എല്ലാം ഓക്കെ ആക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹസ്ബൻഡിന് അവിടുത്തെ കനേഡിയൻ നാഷണൽ റെയിൽവേയിൽ ജോലി ലഭിക്കുകയും ഇപ്പോൾ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ഞാൻ ഒരു സാക്ഷ്യം ഞാൻ മുടക്കാറില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാക്ഷ്യം കാണുക എന്നുള്ളത്. ഞാൻ അതുപോലെ ചൊവ്വാഴ്ചത്തെ ധ്യാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. എനിക്ക് ചൊവ്വാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞങ്ങൾക്ക് അവിടെ രാവിലെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വൈകുന്നേരമാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇരുന്ന് ധ്യാനം കൂടാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഒത്തിരി രോഗസൗഖ്യങ്ങൾ ലഭിച്ചു. അവിടെ എനിക്ക് വിൻ്ററിൻ്റെ ടൈം ആകുമ്പോൾ എൻ്റെ നിപ്പിളിൽ എപ്പോഴും ഇങ്ങനെ ക്രാക്ക് വരുമായിരുന്നു. എനിക്കത് ഒത്തിരി പെയിൻഫുള്ളായിരുന്നു. ഞാനതിന് മെഡിസിനോ ഓയിൻമെൻറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ നിപ്പിളിൽ ഞാൻ തേച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഹീലായി. ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൈൽസ് പോലെ വരുമായിരുന്നു. അത് ഒത്തിരി പെയിൻഫുള്ളായിരുന്നു. ഞാനപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അത് കുടിച്ചു 2 ദിവസം. അത് കഴിഞ്ഞപ്പോഴേക്കും അതും മാറി കിട്ടി എനിക്ക്. പിന്നെ ഇടയ്ക്ക് വരുമെങ്കിലും അതത്ര കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. മാതാവ് അത് എനിക്ക് ഓക്കെ ആക്കി തന്നു. പിന്നെ പറയാനുള്ളത്, ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞ ടേമിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കോഴ്സ്, എനിക്ക് ഫിസിയോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കാനുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കോഴ്സിലെല്ലാം ഫില്ലായിരിക്കുകയാണ്, ഒരു വേക്കൻസി, ഒരു സീറ്റ് പോലും ഇല്ല. അപ്പം ഞാൻ അന്ന് ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാനിത് കൂടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കായിട്ടൊരു സീറ്റ് അവിടെ വേണം. അങ്ങനെ ഞാൻ ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോൾ എനിക്കായിട്ട്, ഞാൻ ഒരാഴ്ചയായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും 0 എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ധ്യാനം കൂടിക്കഴിഞ്ഞ് എന്താണെന്ന് നോക്കുമ്പോൾ എനിക്കായിട്ട് ഒരു സീറ്റ് ആ കോഴ്സിലുണ്ടായിരുന്നു. എനിക്കതിൽ എടുക്കാനും പറ്റി, ആ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ കാശ് രൂപ എനിക്ക് ഡെലിവറിയുടെ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് മിസ്സായി. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ലോക്കറ്റ് ഞാൻ എപ്പോഴും എൻ്റെ മാലയിൽ ഇടുമായിരുന്നു. അതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചു പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോവുകയും എവിടെയെങ്കിലും വെച്ച് വീണ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ അതിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. പക്ഷെ ഞാൻ മാതാവിനോട് വിചാരിച്ച് ചിലപ്പോൾ മാതാവ് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണോ അങ്ങനെ പോകുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അത് ഒരു 4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് ആ ലോക്കറ്റ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഡിസംബറിൽ ഒന്നുകൂടെ എനിക്ക് ആ ലോക്കറ്റ് മിസ്സായി. അപ്പം അന്നൊക്കെ ഞാൻ മാധവനോട് ഇങ്ങനെ പറയായിരുന്നു, ഇവിടെ ഒത്തിരി ലോക്കറ്റ് ഉണ്ട്, അതൊന്നും എടുത്തിടുന്ന ഞാൻ വിചാരിക്കണ്ട, എനിക്ക് ആ ലോക്കറ്റ് തന്നെ എനിക്ക് തന്നേക്കണം എന്ന് ഞാൻ മാധവനോട് പറയുമായിരുന്നു. അങ്ങനെ ആ ലോക്കറ്റ് അതും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചു.
അപ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് തോന്നും മാതാവ് എൻ്റെ കൂടെയുണ്ട് എനിക്ക് തോന്നും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ ഒത്തിരി പത്രമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കാനഡയിലേക്ക് പോയത്. അവിടെ പോയപ്പോഴാണ് ഞാൻ ഒത്തിരി പത്രം അവിടെ കൊടുത്തത്. എപ്പോഴും ഞങ്ങളുടെ പേരൻസ് ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരും, പത്രം ഒത്തിരി കൊണ്ടുവരും, ഞാൻ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കും. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒത്തിരി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ ചെയ്യും, അതെനിക്കും അറിയാം, മാതാവിനും അറിയാം. പക്ഷെ എനിക്ക് അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ സാക്ഷ്യങ്ങളെല്ലാം ദിവസം ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും അമ്മയോടും ചോദിച്ചു, ഞാൻ മുടി വെട്ടി ഷോർട്ട് ആക്കട്ടെ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല, നിനക്ക് മുടി ഉള്ളതാണ് ഭംഗി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ആ മുടി വെട്ടി അത് ഡൊണേറ്റ് ചെയ്യുന്നതല്ലേ എനിക്ക് അന്നേരം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഞാൻ അങ്ങനെ എൻ്റെ മുടി വെട്ടി അത് ഞാൻ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഒരു 20 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം, നമ്മളെന്തിന് നമ്മുടെ ബ്ലഡ് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കണം, നമ്മൾ വേദന സഹിച്ച് അതൊക്കെ എന്തിനു ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് ഈ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയ പിന്നെയാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. ഞാൻ അവിടെ വെച്ച് ഒരു തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളൊരു അനുഗ്രഹം തരുമെന്ന് വിശ്വസിക്കുന്നു.